ഹലോ, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ രാഗിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 4 റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പീസ് എല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റെസിപ്പി രാഗിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് നിറയെ ചിരവി തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മുതൽ ഒരു 1.5 കപ്പ് വരെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ പത്തിരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കലക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ ആദ്യം ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. നമുക്ക് സാധാരണ നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ മൊത്തം ഞാനിതിലേക്ക് ഒരു 2.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് പത്തിരി ചുട്ടെടുക്കാം. അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. സാധാരണ ഒരു പത്തിരിയുടെ വട്ടത്തിന് ഒന്ന് പരത്തിയെടുത്താൽ മതി. കുറച്ച് കനത്തിൽ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ അതിന് മുകളിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിലേക്കും കൂടി കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് പത്തിരി മൊരിഞ്ഞ് വരുന്ന സമയത്ത്. 1-2 തവണ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൊരിച്ചിട്ട് നമ്മൾ സാധാരണ തേങ്ങാപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ചെറിയ ചെറിയ കുത്തുകളൊക്കെ വരുന്ന പോലെ ഒന്ന് മൊരിച്ചെടുത്താൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പത്തിരികളെല്ലാം ചുട്ടെടുക്കാം. നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അടച്ച് വെച്ച് വേവിക്കണം, എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പത്തിരികളെല്ലാം ചുട്ടെടുക്കുകയാണ്. രാഗിപ്പൊടി വെച്ചിട്ട് സാധാരണ നമ്മൾ പൊടി വാട്ടിയിട്ടൊക്കെ പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയാണ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ആയാലും രാത്രിയിലായാലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മൾ രാഗിപ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ഉപ്പും 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഈ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നോക്കുകയാണ്. നമുക്ക് ഈ 2 കപ്പ് രാഗിപ്പൊടി എടുക്കുന്ന സമയത്ത് ഏകദേശം 2 കപ്പ് തന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരും. അപ്പോൾ ആദ്യം ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി നോക്കുക. അപ്പോൾ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് 2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് വന്നാൽ മതി. ആ സമയത്ത് നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ചൂടൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. പൊടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നമ്മൾ ആദ്യം വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുമിച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നമ്മളെടുക്കുന്ന പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആദ്യം 1.5 കപ്പ് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സാക്കി നോക്കുക. എന്നിട്ട് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി ഈ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു അച്ചിനുള്ളിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും ഒരു ഭാഗം എടുത്തിട്ട് അതിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചതിന് ശേഷം നമ്മൾ ഏതിലാണോ ഇടിയപ്പം ഉണ്ടാക്കുന്നത് അതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിത്തട്ടിലോ അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഏതിലാണോ വേണ്ടത് അതിലും ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിയപ്പം ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇടിയപ്പം ഇതിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചെറിയ നൂലോട് കൂടിയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ചെയ്താലാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാ ട്രേയിലും ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കറി കൂട്ടിയിട്ട് കഴിക്കുന്നവർക്ക് തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ സമയത്ത് തേങ്ങ ചേർക്കണമെന്നില്ല. ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമുക്ക് വെറും പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാൻ ഈ ട്രേകളെല്ലാം ഇതുപോലെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയാൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്കിത് പുറത്തെടുത്തിട്ട് കുറച്ച് ചൂടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടോടെ വേണമെങ്കിൽ നമുക്കിത് പ്ലേറ്റിലേക്ക് കൊട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ആ ട്രേയിൽ നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതുകൊണ്ട് എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് മുഴുവൻ ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. നമുക്ക് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ഇടിയപ്പമാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്തത് രാഗിപ്പൊടി വെച്ചിട്ട് രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നീർദോശയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ രാഗിപ്പൊടി വെച്ചിട്ടുള്ള ഈ നീർദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമാണ്, പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് രാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് തന്നെ അരിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി ഇതിനായിട്ട് എടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അടിച്ചെടുത്തിട്ടുള്ള ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ കുറച്ചൊരു കട്ടിയായിട്ടാണ് ഉണ്ടാവുക. നമുക്ക് നീർദോശയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് 1 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് അത് മാവിലേക്ക് തിരിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിലാണുള്ളത്. നമുക്ക് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തതും 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. എല്ലാം കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നീർദോശയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് ബാറ്റർ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി ഒരു 1/4 കപ്പ് കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മൊത്തം ഒരു 3/4 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുക്കുന്ന പൊടിയുടെ മാറ്റത്തിനനുസരിച്ചിട്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. അപ്പോൾ നോക്കുക, നീർദോശയുടെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തന്നെ ആക്കുക. ഇനി ദോശ ചുട്ടെടുക്കാനായിട്ട് ഒരു അയൺ തവ ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് കനം കുറച്ച് തന്നെ ദോശ ചുട്ടെടുക്കുക. നീർദോശ ഒഴിക്കുന്നത് പോലെ തന്നെ കനം കുറച്ചിട്ട് വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ തന്നെ ദോശ വെന്ത് കിട്ടും. പിന്നെ മൂടി തുറന്നിട്ട് ദോശ ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ കുറച്ചുകൂടി സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി അതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മാവ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഓരോ തവണ മാവ് ഒഴിക്കുന്നതിന് മുമ്പും മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാം. പെട്ടെന്ന് ചുട്ടെടുക്കാം. നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നമ്മളിതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. എന്നാലും എന്തെങ്കിലും കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും.
അപ്പോൾ രാഗി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നീർദോശയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്നും ഒരേപോലുള്ള റെസിപ്പീസ് തന്നെയാണ് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. അടുത്ത റെസിപ്പി രാഗിപ്പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ 2 കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 2 കപ്പ് രാഗിപ്പൊടി എടുക്കുമ്പോൾ അതിലേക്ക് 2 കപ്പ് തന്നെ വെള്ളം വേണ്ടി വരും ഇപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മുഴുവനായിട്ട് 2 കപ്പ് ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് ആദ്യം ഈ രാഗിപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കട്ടയൊന്നുമില്ലാതെ കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ കലക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മുഴുവനായിട്ട് 2 കപ്പ് ഈ സമയത്ത് വേണ്ടി വരില്ല. ഒരു 1.5-1.25 കപ്പോളം വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനനുസരിച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുത്താൽ മതി. ഈ ഒരു ലൂസിലാണ് മാവ് വേണ്ടത്. ഞാനിപ്പോൾ കലക്കിയെടുത്തപ്പോൾ എനിക്കൊരു 1/4 കപ്പോളം വെള്ളം ഇവിടെ ബാക്കിയായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ മാവൊക്കെ കുറച്ചൊന്ന് അടിയിൽ പോയിട്ട് കുറച്ച് വെള്ളം മുകളിൽ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം വേണം നമുക്കിത് മിക്സി ജാറിലേക്ക് ഒഴിക്കാൻ. അപ്പോൾ ഈ കലക്കി എടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ടൊരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറ് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വീണ്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ രാഗിപ്പൊടിയിൽ കലക്കിയ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഈ സമയത്ത് മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് രാഗിപ്പൊടി എടുത്തപ്പോൾ എനിക്ക് 2 കപ്പ് തന്നെ വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത്. ചിലപ്പോൾ നമ്മളെടുക്കുന്ന രാഗിപ്പൊടിയുടെ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു ലൂസിന് ആയി വന്നാൽ മതി മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 മുതൽ 3/4 മണിക്കൂറൊക്കെ മതിയാവും. അല്ലെങ്കിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിലും കൂടുതലായിട്ട് സമയം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് മാവ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 മണിക്കൂറോളം ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം മതി അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മാവ് ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഹോൾസൊക്കെ വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിറയെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു മൂടി വെച്ചിട്ട് മൂടി കൊടുക്കാം. മൂടി കൊടുത്താൽ പിന്നെ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. സാധാരണ രാഗി വെച്ചിട്ടുണ്ടാക്കുന്ന വിഭവങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവണമെന്നില്ല. ഇതങ്ങനെയല്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സോഫ്റ്റാണ്. കുറച്ച് സമയം ഉണ്ടാക്കി വെച്ചിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ സാധാരണ നമ്മൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഏത് കറികൾ കൂട്ടിയിട്ട് കഴിക്കാനും പറ്റും. വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറി ഏത് കറി കൂട്ടിയിട്ടും നമുക്ക് ഇത് കഴിക്കാനും പറ്റും. കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണിത്. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള 4 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.